ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിൽ, അതായത് ആ നടത്തറ ജംഗ്ഷൻ ഉണ്ടല്ലോ, NH, ആ സിഗ്നലിൽ അവിടുന്ന് വെറും 1600 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 5650 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ പണി കഴിപ്പിച്ച് ഇരിക്കുന്നത്. നല്ലൊരു യൂറോപ്യൻ മോഡലാണ് ഇവിടെ ഒരു ആർക്കിടെക്ട് വന്ന് നിർമ്മിച്ച് ഈ വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി ഡിസൈനാണ്, എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശം നല്ലൊരു വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. ഈ വർക്കുകളൊക്കെ വീടുകളിൽ നടക്കുന്ന കാരണം അത് ഈ മണ്ണും പൊടിയൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. നല്ല ഒരു വാഹനം കിടക്കുകയാണെങ്കിൽ മറ്റൊരു വാഹനത്തിൽ പോകാനുള്ള സ്പേസ് കൂടി ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തും അതുപോലെ തന്നെയാണ്, ടാറിംഗ് റോഡ് തന്നെയാണ്. 2 ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് വലിയ വാഹനം, അതായത് ഒരു ഇന്നോവ പോലുള്ള വാഹനമൊക്കെ വരാണെങ്കിലേ നമുക്ക് ഈ വീടിനകത്തോട്ട് ഈ നിങ്ങളുടെ കയറ്റി നിർത്താനുള്ള സ്പേസ് ഈ ഭാഗത്തുണ്ട്. പോർച്ചുഗലെല്ലാം വിരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ടൈൽ വർക്കുകളും പെയിൻറ്റിങ്ങും വാം ലൈറ്റുകളും ഒക്കെ നല്ലൊരു പുതിയൊരു ലുക്കാണ് ഈ വീടിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടും ഫ്രണ്ട് സൈഡ് ടൈല് വിരിച്ചിട്ടുണ്ട്. ചെറിയ വാഹനങ്ങളൊക്കെ വരാൻ നമുക്ക് ഈ ഭാഗത്ത് കയറ്റി നിർത്താനുള്ള സ്പേസ് കൂടി ഉണ്ട്. വർക്ക് ഇപ്പോൾ ഫിനിഷിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ചെടി വയ്ക്കാനുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളർ പെയിൻറ്റിങ്ങും ടൈൽ വർക്കുകളും വാം ലൈറ്റുകളും നല്ലൊരു മനോഹരത കൂട്ടുന്നുണ്ട് വീടിന്. അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ ചെടികൾ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ബേബി മാറ്റിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിനൊക്കെ ആയിട്ട് ഇവിടെയും കുറച്ച് സ്പേസ് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ഓപ്പൺ കിണറാണ്, ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും ഒരു കാലത്തും വെള്ളം കയറാത്തൊരു ഏരിയ. എത്ര വലിയ വേനൽക്കാലം വന്നാൽ വെള്ളം പറ്റൂല. അങ്ങനത്തെ ഒരു നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടക്കടുത്ത് ധാരാളം വലിയ വീടുകളുള്ള ഒരു ഏരിയയാണ്. എല്ലാം 2000 മേലെ സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ്. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്. അതൊക്കെ ഓരോ സാറുമാരിങ്ങനെ മേടിച്ച് വീട് നിർമ്മിക്കാനുള്ള ഇതിൽ നിൽക്കുന്നു. പണിയെടുപ്പിക്കാനുള്ള പരിപാടിയാണ്. വീടിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം വീതി കൂടിയ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ബോർഡറൊക്കെ കൊടുത്തിട്ട് വലിയൊരു സിറ്റ് ഔട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ചുമലൊക്കെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ പാളി ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. തേക്കൂട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുന്നൊരു ലിവിങ് ഹാളാണ്. ഒരു മാർബിൾ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വീതി കൂടിയ ടൈൽ തന്നെയാണ്. അപ്പോൾ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്, LED ബൾബൊക്കെ വെച്ചിട്ട്. അത് അടിപൊളി ഒരു TV യൂണിറ്റ് ഇവിടെ മൾട്ടിവുഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ കയറി വരുന്ന ഭാഗത്താണ്. അതായത് നമുക്കൊരു കോർണർ സെറ്റൊക്കെ ഈ ഭാഗത്ത് ഫുൾ 3 ഭാഗത്ത് ഇടാവുന്ന രീതിയിൽ ധാരാളം ഹോൾ സീലിംഗ് വർക്കാണ് കളർഫുള്ളോട് കൂടിയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫാനൊക്കെ വെച്ചിട്ട് വാം ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഹാള് സൂപ്പറാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് ഒരു ആർച്ചോട് കൂടിയിട്ട്, നല്ല ഹൈറ്റുള്ള ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് അതേ മാച്ചിങ് ടൈലാണ് ഇവിടെ കിടക്കുന്നത്. കയറി വരുന്ന ഫ്രണ്ട് സൈഡിലുള്ള ഇതിൽ ടെസ്റ്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടുണ്ട്. അതുപോലെ മുകൾ വശത്തൊക്കെ ധാരാളം ഹോൾ സീലിംഗ് വർക്കും ഫാനും LED ബൾബും നല്ലൊരു പുതിയൊരു ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ക്രോക്കറി ഏരിയയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷേരിയാണ് സ്റ്റെയറിൻ്റെ ഈ അടിഭാഗത്തായിട്ട് വാഷേരിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂമാണ്. വർക്കൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ഫിനിഷിങ് നടക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വർക്കും ഓൾറെഡി സെറ്റാണ്. ആദ്യത്തെ ബെഡ്റൂമിൽ ഹോൾ സീലിംഗ് വർക്ക് നല്ല കളർഫുള്ളായിട്ട് തന്നെ വാം ലൈറ്റോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വാൾഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട്. തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. തേക്ക് വുഡിൻ്റെ ഡിസൈനാണ് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. വെറൈറ്റി മറ്റേ ടൈലാണ് വാൾ ടൈലിന് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും ഒക്കെ അതും അപ്പോക്സിയോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 6.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. ഇത് 2ാമത്തെ ബെഡ്റൂം. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് അതും തുടങ്ങുന്നത്. ഒരു 12x14 ഇവിടെ ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോസ്.
ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് നല്ല കളർഫുള്ളായിട്ട് വാം ലൈറ്റൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഫാനൊക്കെ ഓൾറെഡി സെറ്റാണ്. അതുപോലെ മൾട്ടിവുഡിൽ തന്നെയുള്ള കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോപ്സ് 4 പാളി ഡോറോട് കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം. ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സ് മെറ്റീരിയൽ എല്ലാം നല്ല ഗ്യാരണ്ടി കൂടിയ കമ്പനിയുടെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈല് തന്നെയാണ് അപ്പോക്സിൽ കൂടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. $5,650 സ്ഥലം, 2,050 സ്ക്വയർ ഫീറ്റും. ഡൈനിങ്ങും ലിവിങ്ങും ഒക്കെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലാണ്. അതുപോലെ ഒരു ഓപ്പൺ കിച്ചൺ എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കിച്ചണിലേക്ക് കിടക്കുന്നത്. ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ കബോർഡ് മൾട്ടിവുഡ് ചെയ്തിരിക്കുന്നത്. അതേ സെയിം മാച്ചിങ് ടൈല് തന്നെ ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റൊക്കെ 3 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിൽ 3 സൈഡിലും കൊടുത്തിട്ടുണ്ട്. വുഡ് ഡിസൈനിൽ തന്നെയാണ് ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ചിമ്മിനി വയ്ക്കാനുള്ള സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് ഫാനോട് കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗമാണത്. ഇവിടെ ഒരു ചെറിയൊരു വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ നല്ല ധാരാളം സ്പേസ് ഇവിടെ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയയിലൊരു കോമൺ ബാത്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി ഡോറ് കടന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ഈ ഭാഗത്തും കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ടൈല് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്. സൈഡ് ഫുള്ളും ആ സൈഡും 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗം കണ്ട ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. 5,650 സ്ഥലത്ത് 2,050 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. അതുപോലെ ഭാരതീയ വിദ്യാഭവൻ സ്കൂളൊക്കെ ഇവിടെ തൊട്ട് അടുത്ത് തന്നെയാണ്. അതുപോലെ എല്ലാ സ്കൂളിലുള്ള വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുൻവശത്തൂടെ ഓൾറെഡി വരുന്നതാണ്. $2,050 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. റേറ്റ് നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മുകൾവശത്തെ ഹാളാണ്. 2 ഹാള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊരു ഹാള്, ഒരു എൽ ഷേപ്പാണ് ഹാള് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം ഈ ഒരു ഭാഗങ്ങളിലും വീതി കൂടിയ വലിയൊരു ഹാള് തന്നെ മുകൾവശത്ത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബസ് റൂട്ടിൽ നിന്ന് വരും ഒരു 600 മീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത്. ഈ ഹാളിലും നല്ല കളർഫുള്ളായിട്ടുള്ള ഹോൾ സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വാം ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ആർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. LED ബൾബ് ഒക്കെ മൾട്ടിവുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഹോൾ സീലിംഗ് വർക്കും ഫാനും LED ബൾബും ഒക്കെ സെറ്റ് ചെയ്തതാണ്. ഓൾറെഡി സെറ്റാണ് എല്ലാവർക്കും. മുകൾ വശത്തെ ബെഡ്റൂമാണ് കേട്ടോ. 3ാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഒരു 12-14 സൈസ് അളവാണ് ഇവിടെ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും ഹോൾ സീലിംഗ് വർക്കും ഫാനോട് കൂടിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. കളർ പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട്. ഈ ചുമരിൻ്റെ ഈ ഒരു സൈഡിൽ ടെസ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. LED മറ്റേ മുകളിൽ LED ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബെഡ്റൂം. അതുപോലെ ഫുൾ ലെങ്ത്ത് 4 ഡോറുള്ള ഒരു കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാം വ്യത്യസ്തമായ ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമുള്ള ടൈലെല്ലാം വ്യത്യസ്തമുണ്ട് കേട്ടോ. നമുക്ക് കാണാം ഈ ഒരു ടൈലാണ് എല്ലാ ഭാഗത്തും ബെഡ്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ഫുൾ ലെങ്ത് തന്നെ ഹോൾ സീലിംഗ് വർക്ക് ഫാനോട് കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാം വ്യത്യസ്തമായ ഒരു മോഡലിംഗ് ആണ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ അതെ 4 പാളി ഡോറ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വുഡ് ഡിസൈനോട് കൂടിയിട്ട്. 4ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബാത്റൂമിലും ഹീറ്ററിനുള്ള പോയിന്റ് ഉണ്ട്. അതുപോലെ സോളാറിൻ്റെ പോയിന്റ് ഏറ്റവും ടോപ്പിലാക്കി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാ ബെഡ്റൂമും AC പോയിന്റും കൊടുത്തിട്ടുണ്ട്.
തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 6.5 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ ആ നടത്തറ NH നിന്ന് വെറും 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. മൂന്ന് ഓപ്പൺ ബാൽക്കണിയാണിത്. നല്ല ടഫൻ ചെയ്ത ഓപ്പൺ ഫുൾ ലെങ്ത്തുള്ള ഒരു ഗ്ലാസ്സാണ് ഇത് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വീതി കൂടിയ ഒരു ഓപ്പൺ ബാൽക്കണിയാണ് കൊടുത്തിട്ടുണ്ട്. ചുമരിലൊക്കെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നമുക്ക് കാറ് കയറ്റി നിർത്താവുന്ന സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തും ഡോറോട് കൂടിയിട്ട്. അതുപോലെ അടുത്തൊക്കെ ധാരാളം വീടുകളിലെ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. എല്ലാ വീടുകളിലും ആൾക്കാർ ഓൾറെഡി താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. $5,650 സെൻറ്റ് സ്ഥലത്ത് 2,050 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 89 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്പൺ ടെറസാണ് കേട്ടോ. ബാക്കിലേക്ക് കിടക്കുന്ന ഒരു ഓപ്പൺ ടെറസാണിത്. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സൈഡിൽ നിന്ന് കണ്ട ഏറ്റവും ടോപ്പിലേക്ക് സ്റ്റയർ കൊടുത്തിട്ടുണ്ട്. ഒതുക്കി നല്ലൊരു സൈഡിൽ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ലെങ്ത്തിലും ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നല്ല ഇത് ആ വീടിൻ്റെ മോഡൽ അനുസരിച്ചാണ് ട്രസ് വർക്ക് ചെയ്തത്. നല്ല ഒരു ഭംഗി കൂടുതൽ കിട്ടുന്നതിനുള്ള മോഡലിംഗ് ആണ് ഇവിടെ ട്രസ് വർക്ക്. അത് പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം, അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. ഈ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂസാണ് ഇത് കേട്ടോ. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.